നമസ്കാരം. സാധാരണ മനുഷ്യർ എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് പോവാറില്ല. കാപ്സ്യൂൾ പരുവത്തിൽ അവർക്ക് കിട്ടുന്നത് അവർ ഒറ്റ കേൾവിയിൽ അല്ലെങ്കിൽ ഒറ്റ വായനയിൽ സ്വാംശീകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും മനുഷ്യരുടെ മനസ്സിൽ യഥാർത്ഥത്തിലുള്ള രൂപമുണ്ടാവണമെന്നില്ല. ഒരു വിഷയമുണ്ടാകുന്നു, ഒരു വിവാദമുണ്ടാകുന്നു, അതേക്കുറിച്ചൊരു മുൻവിധി അവരുടെ മനസ്സിൽ രൂപീകരിക്കപ്പെടുകയും അതാണ് ശരിയെന്ന നിലപാടിൽ അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഈ മുൻവിധികളെ സ്വാധീനിക്കാനാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രത്യേക രാഷ്ട്രീയവും മതവും ഒക്കെ ഉള്ളവർ ശ്രമിക്കുന്നത്. സത്യം ബോധ്യപ്പെടുത്താനല്ല, മുൻവിധികളെ സ്വാധീനിക്കാനാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു മുൻവിധി ഈ അടുത്ത കാലത്ത് ഉയർന്നു കേട്ട സിനിമ വിവാദങ്ങളൊക്കെ, പീഡന കഥകളൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമാണെന്നാണ്. വാസ്തവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിൽ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അവിടെയും ഇവിടെയും തൊടാതെ ചില വാർത്തകൾ പുറത്തു വന്നു എന്ന് മാത്രം. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ ഇതിനു മുൻപ് മീ ടു ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമായി പലരും പുറത്തു പറഞ്ഞതും പലരും പരാതിപ്പെട്ടതും അന്ന് മിണ്ടാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മൗനം പാലിച്ചതുമായ സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുകയായിരുന്നു. അതിൻ്റെ പേരിലാണ് സിദ്ദിഖിനെതിരെയും മണിയൻ പിള്ളരാജുവിനെതിരെയും മുകേഷിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഒക്കെ കേസുകളുണ്ടായത്. നിർഭാഗ്യവശാൽ പലരുടെയും ധാരണ ഈ കേസുകളൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ് എന്നാണ്. ഇതിനേക്കാളൊക്കെ വലിയ ബോംബാണ് വാസ്തവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് എന്ന് മാത്രമല്ല, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദങ്ങളെക്കാൾ നിയമസാധുതയുമുണ്ട്. ഇപ്പോൾ ഒരു വെള്ളപ്പാച്ചിലിന് പുറത്ത് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ പുറത്ത് ഒരു വികാരത്തള്ളലിൻ്റെ ഭാഗമായി പലരും കൊടുത്ത പരാതിയാണ് ചർച്ചയാവുന്നതും കേസാവുന്നതും. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത്തരത്തിലൊന്നല്ല. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ ഇവയെക്കുറിച്ച് അവയുടെ പേരിൽ കേസുണ്ടാവും എന്ന് കരുതാതെ ആത്മാർത്ഥമായി നടിമാരും വനിതാ സാങ്കേതിക പ്രവർത്തകരും നടത്തിയ തുറന്ന പറച്ചിൽ, സിനിമയെ ശരിയാക്കുന്നതിന് വേണ്ടി അവർ എടുത്ത റിസ്ക്, അതിൻ്റെ വിശദാംശങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് അത് പുറത്തു വരാതിരിക്കാൻ സർക്കാർ ശ്രമിച്ചത്. അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു തിരുത്തൽ ശക്തിയായി ഇത് മാറുമെന്ന് കരുതിയാണ് പലരും ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തിയത്. അത് പുറത്തുവിടണം എന്ന ആവശ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. ആ ആവശ്യമാണ് കോടതിയിലെത്തിയത്. കോടതി ഇന്ന് അതിനിർണായകമായ ഒരു ഇടപെടൽ നടത്തി. ആ ജഡ്ജിമെന്റിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ, അതിന്റെ ജഡ്ജിമെന്റ് കോപ്പി ഞാൻ വായിച്ചില്ല, വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇതുപോലെ വ്യക്തതയോടെ, ലോജിക്കോടെ ഒരു കോടതി വിധി വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പലപ്പോഴും ഹൈക്കോടതികൾ പുറത്തുവിടുന്ന വിധികളിൽ ഒന്നുകിൽ നിയമമായിരിക്കും മുൻപിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പൊതുജന മനസ്സായിരിക്കും. ഇത് രണ്ടും ചേർത്തുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള വളരെ ഉചിതമായ ഒരു ഉത്തരവാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയും നടത്തിയത്. സർക്കാരിൻ്റെത് ഭയപ്പെടുത്തുന്ന നിഷ്ക്രിയത്വമാണ്. കഴിഞ്ഞ 3 വർഷം ഈ റിപ്പോർട്ടിന് മേൽ എന്തുകൊണ്ട് അടയിരുന്നു? ഇത്രയേറെ ക്രിമിനൽ ആരോപണങ്ങളുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ ഒരു നടപടിക്കും വിധേയമാക്കാതെ എന്തുകൊണ്ട് കാത്തിരുന്നു? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? സിനിമാ മേഖലയിലെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ആധികാരികമായ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നിങ്ങൾ എന്തിനെ ഇതുവരെ ഒരു നടപടിയും എടുക്കാതെ കാത്തുസൂക്ഷിച്ചു? എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ? നമ്മുടെ നാട് ഏറെ പ്രത്യേകതകളുള്ളതാണ്. സ്ത്രീകളാണ് ഭൂരിപക്ഷം. സിനിമാ മേഖലയിൽ മാത്രമല്ല, മിക്ക മേഖലകളിലും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ഇതിനെതിരെ സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്, നടപടിയെടുക്കേണ്ടതുണ്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ബോധപൂർവം ഇത്രയും ഗൗരവമേറിയ ഒരു റിപ്പോർട്ടിൽ അടയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാവണം. ഇങ്ങനെയാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം മാത്രമല്ല, ഉത്തരവും പ്രധാനപ്പെട്ടതാണ്. ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം, അതായത് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാതെ കാത്തുസൂക്ഷിച്ച രഹസ്യ വിവരങ്ങൾ അടങ്ങുന്ന പൂർണ്ണ റിപ്പോർട്ട്, അനക്സർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. ഓർക്കണം, കോടതി ഇത് കണ്ടതാണ്, വായിച്ചതാണ്. അതീവ ഗൗരവമായ ഒരു പരാമർശം കോടതി നടത്തിയിരുന്നു.
ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം ഇങ്ങനെയാണ്: ഞങ്ങൾ ഇതിലൂടെ പോയപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട പല സംഭവങ്ങളും ബലാത്സംഗ കേസുകളും പോക്സോ കേസുകളും രജിസ്റ്റർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. കോടതി റിപ്പോർട്ട് വായിച്ചു നോക്കുന്നു, പ്രത്യേകിച്ച് ബോധപൂർവം പുറത്തുവിടാതെ വെച്ചിരുന്ന രഹസ്യ ഭാഗങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു നിഗമനത്തിലെത്തുന്നു. ഇതിലെ പല പരാമർശങ്ങളും പോക്സോ കേസ് അടക്കം റേപ്പ് കേസ് അടക്കം ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ടാണ് എന്തൊരു നിഷ്ക്രിയത്വമാണ് സർക്കാർ കാട്ടിയത് എന്ന് കോടതി ചോദിക്കുന്നത്. എന്നിട്ട് കോടതി കൃത്യമായ നിർദ്ദേശം സർക്കാരിന് കൊടുക്കുന്നു. 1 മാസമാണ് ഞങ്ങൾ നിങ്ങൾക്ക് സമയം തരുന്നത്. ഈ 1 മാസത്തിനിടയിൽ ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ ചുമത്താൻ കഴിയുന്നിടത്തൊക്കെ അത് ചുമത്തണം. ഒരൊറ്റ നിബന്ധന മാത്രം: ഈ കുറ്റകൃത്യം ചുമത്തുന്നതിന് മുൻപ് റിപ്പോർട്ടിലെ പരാതിക്കാരി, അതായത് ജസ്റ്റിസ് ഹേമയ്ക്ക് മൊഴി കൊടുത്തവരുടെ മൊഴിയെടുക്കണം. അവർക്ക് കേസുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ഒഴിവാക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ ഈ കോടതി ഇടപെടലിന്റെ സവിശേഷത ഇതാണ്. ഇതുവരെയുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും പരിഹാരമുണ്ടാവുന്നു. നമ്മൾ പലപ്പോഴും ഉയർത്തിക്കാട്ടിയ ചില നിയമപ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു റിപ്പോർട്ടിലെ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതുണ്ട്. വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. കോടതി അതിനൊരു വിശദീകരണം നൽകി. തൽക്കാലം ഇരകളെന്നോ വേട്ടക്കാരെന്നോ നോക്കേണ്ടതില്ല. ഇരകളുടെ കാര്യമാണ് കോടതി പറയുന്നത്, വേട്ടക്കാരുടെ കാര്യം പറയുന്നില്ല. എങ്കിൽ പോലും കോടതി ഉത്തരവിൽ ഇതിന്റെ രഹസ്യ സ്വഭാവം അന്വേഷണ റിപ്പോർട്ടടക്കം, മൊഴി കൊടുത്തവരടക്കം, അന്വേഷിക്കുന്ന കമ്മീഷനടക്കം, സർക്കാർ സംവിധാനങ്ങളടക്കം രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആ രഹസ്യ സ്വഭാവത്തിൽ തൽക്കാലം വേട്ടക്കാരും വരും. എന്ന് മാത്രമല്ല, അന്വേഷണ കമ്മീഷൻ ധൃതി പിടിച്ച് നടപടിയെടുക്കരുത്, സാവകാശമേ ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണവും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സുധയും വിശദീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് പരാതിക്കാരെ അല്ലെങ്കിൽ മൊഴി കൊടുത്തവരെ സമ്മർദ്ദത്തിലാഴ്ത്തരുത് എന്ന് പറയുന്നു. ഇത് വളരെ ഗൗരവമേറിയ പരാമർശമാണ്. ഇപ്പോൾ പെട്ടെന്ന് നടപടി ഉണ്ടാവുന്നു. ഒരു നടനെ അറസ്റ്റ് ചെയ്യുന്നു. ഏതൊരു പ്രമുഖനായ നടനാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു നടിയുടെ പരാതിയിൽ ഈ നടനെ റേപ്പിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായും ഏത് നടിയെയാണ് ഈ നടൻ റേപ്പ് ചെയ്തത് എന്നത് സിനിമാ മേഖലയിലുള്ളവർക്കെങ്കിലും വ്യക്തമായി അറിയാം. കാരണം ഇപ്പോഴാണ് ഇത് റിപ്പോർട്ടായി പുറത്തു വന്നതെങ്കിലും സിനിമാ മേഖലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്നവരുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ നടി സമ്മർദ്ദത്തിലാവും. ഈ വേട്ടക്കാരനായ നടൻ മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള അവരുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തും. അതുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത് അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക ഒരു വശത്ത്, മറുവശത്ത് സാവകാശം എടുക്കുക, ധൃതി പിടിക്കരുത്. അതിനർത്ഥം നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകരുതെന്നല്ല. നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവണം. 1 മാസത്തിനകം നിങ്ങൾ ഇതിൽ എന്ത് നടപടിയെടുക്കാൻ ശ്രമിക്കുന്നു, തീരുമാനിക്കുന്നു എന്ന് അറിയിക്കണം. അതീവ ഗൗരവമുള്ള ആരോപണമായതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായി തന്നെ ഇതിന് കൈകാര്യം ചെയ്യണം. സാവകാശം പാടില്ല. എന്നാൽ ധൃതി പിടിച്ച് നടപടി ഉണ്ടാവരുത്. അതിനർത്ഥം ഈ റിപ്പോർട്ടുമായി നിങ്ങൾ അടയിരിക്കരുതെന്നല്ല. റിപ്പോർട്ട് പഠിക്കണം, വിശദമായി പഠിക്കണം. അതിൽ ക്രിമിനൽ സ്വഭാവമുള്ളവ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് സർക്കാരിനെയും പോലീസിനെയും നടീനടന്മാരെയും ഒക്കെ കുരുക്കുന്ന ഏറ്റവും വലിയ നിർദ്ദേശം. ക്രിമിനൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ക്രിമിനൽ സ്വഭാവമുള്ളതായിരിക്കും. അതിന്റെ ഗൗരവത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. ഉദാഹരണത്തിന്, റേപ്പ് ചെയ്തു എന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരു മൊഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോടെ മോശമായി പെരുമാറി ലൈംഗിക താല്പര്യത്തോട് സംസാരിച്ചു, അത് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. അപ്പം ഇത്തരം വിഷയങ്ങൾ അതീവ ഗൗരവമായി തന്നെ കാണേണ്ടി വരും. അതേസമയം ഒരു നടിയുടെ സെക്ഷൽ ഫേവർ ചോദിച്ചു, അല്ലെങ്കിൽ വാതിലിൽ മുട്ടി, അല്ലെങ്കിൽ അശ്ലീല സന്ദേശം അയച്ചു, ഇതൊക്കെ അതീവ ഗൗരവമുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളല്ല. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കം, ലൈംഗിക താല്പര്യത്തോടെ ടച്ച് ചെയ്തതടക്കമുള്ള വകുപ്പുകൾ നിലവിൽ വരാം. അപ്പോൾ പലതരത്തിലുള്ള കേസുകൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടാം. അത് ഹൈക്കോടതിക്ക് ബോധ്യമായി. എല്ലാ പരാതികളുടെയും മേൽ ഒരു കേസിന് സാധ്യതയുണ്ട്. ആ സാധ്യതകൾ പരിഗണിക്കണം, പഠിക്കണം. ആ പഠനമാണ് 1 മാസത്തിനകം അന്വേഷണ സംഘം പൂർത്തിയാക്കേണ്ടത്. ഈ വിധിയിലെ ഏറ്റവും സുപ്രധാനമായ പരാമർശമായി എനിക്ക് തോന്നിയത്, അങ്ങനെ ക്രിമിനൽ കേസ് എടുക്കാനുള്ള സാഹചര്യം ഈ റിപ്പോർട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയാൽ ഉടനടി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യരുത് എന്നതാണ്. അതാണ് ഏറ്റവും സാംഗത്യമുള്ള ഒരു നിലപാട്. ഈ സാധ്യതയുമായി ഇരയെ കാണണം. ആരാണ് ഇര? ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ മൊഴി കൊടുത്ത നടി, അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തക, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ്, ഇവരൊക്കെയാണ്. വനിതകളാണ് ഇതിലെ മൊഴി കൊടുത്തവർ.
ഈ മൊഴി കൊടുത്തവരുടെ മൊഴി ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് നിലനിൽക്കുന്നതാണെങ്കിൽ ആ ക്രിമിനൽ കേസ് നിലനിൽക്കാനുള്ള സാധ്യതയുടെ പേരിൽ റിപ്പോർട്ടുണ്ടാക്കി ഈ ഇരയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ അല്ലെങ്കിൽ മൊഴി കൊടുത്തയാളെ കാണണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങളുടെ മൊഴി ജസ്റ്റിസ് ഹേമയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡിലെ BNS അല്ല, ഇന്ത്യൻ പീനൽ കോഡ്. കാരണം ഈ പ്രവൃത്തി നടന്നത് ഇന്ത്യൻ പീനൽ കോഡ് നിലവിലുള്ളപ്പോഴാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ന വകുപ്പ് അനുസരിച്ച് കുറ്റകൃത്യമാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെളിഞ്ഞാൽ ഈ നിങ്ങളോട് ഇങ്ങനെ ചെയ്തയാൾ ഇന്ന ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അയാളുടെ മേൽ ഈ വകുപ്പ് ചുമത്തണം, ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും, വിചാരണ നടത്തേണ്ടി വരും, നിങ്ങളുടെ മൊഴി അടിക്കേണ്ടി വരും, നിയമ നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി പ്രത്യേകം പറഞ്ഞു, അവർ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി കൊടുത്തതാവാം, എന്നാൽ കേസും പുലിവാലുമായി നടക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിന് ഇരുതല മൂർച്ചയാണ്. അതായത് ഇതുവരെ സർക്കാർ പറഞ്ഞിരുന്നത് പരാതി കിട്ടാതെ ഞങ്ങൾ നടപടിയെടുക്കില്ലെന്നാണ്. അത് വേണ്ട, പരാതി ഇനി ആരും കൊടുക്കണ്ട. ഈ റിപ്പോർട്ട് തന്നെ പരാതിയായി കണക്കാക്കാൻ കോടതി പറയുന്നു. ആ പരാതിയുടെ പുറത്ത് കേസെടുക്കാം. എന്നാൽ കോടതി ഒരു നിർദ്ദേശം കൂടി വയ്ക്കുന്നുണ്ട്. ഈ പറയുന്ന മൊഴി കൊടുത്ത ആൾക്ക് അവർ സിനിമാ മേഖലയിൽ മാറ്റമുണ്ടാകാൻ വേണ്ടി മൊഴി കൊടുത്തതാണ്, അവർക്ക് കേസ് നടത്താൻ താല്പര്യമില്ല. ഉദാഹരണത്തിന് വാതിലിൽ മുട്ടി എന്ന കേസ്, അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നുള്ള പരാമർശം, അവർക്കിതിന് പിറകെ നടക്കാനോ കേസെടുക്കാനോ മെനക്കെടാനോ താല്പര്യമില്ല. ഈ കാര്യം ലോകം അറിയണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് മാത്രമാണെങ്കിൽ പിന്നെ അവരെ കേസെടുത്ത് ശല്യം ചെയ്യരുത്. കേസെടുത്താൽ ഒരു പ്രശ്നമുണ്ട്, ഇതിനോട് സഹകരിക്കണം, കോടതി വരണം, ക്രോസ് വിസ്താരത്തിന് വിധേയരാകണം. ഇവർ പറയുന്ന പരാതിയിൽ ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യത കോടതി ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. കാരണം നിയമത്തിന്റെ പ്രശ്നം ആരോപണ വിധേയന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സാധ്യതയോടുകൂടിയാണ് നിയമ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്ത സ്ത്രീ കോടതിയിൽ വന്ന് പ്രതിഭാഗത്തിന്റെ വക്കീലിന്റെ ക്രോസ് വിസ്താരത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം. അത്തരം കടമ്പകളുണ്ട്, തലവേദനകളുണ്ട്. അതിന് ഒരുക്കമാണെങ്കിൽ മാത്രം കേസെടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിധി നിർണായകമാണ്. ഇതൊരു ഇരുതല മൂർച്ച എന്ന് പറയുന്നത്, ഒരു വശത്ത് വേട്ടക്കാരും അവരുടെ സംരക്ഷകരും പ്രതിക്കൂട്ടിലാവുന്നു. വേട്ടക്കാരാരാണ്? നടന്മാരാവാം, അല്ലെങ്കിൽ പുരുഷ സാങ്കേതിക പ്രവർത്തകരാവാം, അല്ലെങ്കിൽ നിർമ്മാതാക്കളാവാം, സംവിധായകരാവാം, പുരുഷന്മാരാണ്. അവരുടെ സംരക്ഷകർ സർക്കാരാണ്. അവരാണല്ലോ ഇതുവരെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ഇവരെ രണ്ടിനെയും പ്രതിക്കൂട്ടിലാക്കാൻ കാരണം ഇനി പരാതി കാത്തു നിൽക്കേണ്ടതില്ല, ഇനി സ്വാധീനത്തിന് സാധ്യതയില്ല, കേസെടുക്കാം. അതേസമയം ഈ വാളിന്റെ മറുതലം എന്ന് പറയുന്ന അവിടെ മൂർച്ചയുണ്ട്. പരാതിക്കാരാരാണ്? WCCയെ പിന്തുണയ്ക്കുന്ന വനിതാ പ്രവർത്തകരാണ്. WCCയുടെ മുൻകൈയിലാണ് ഇങ്ങനൊരു കേസ് ഉണ്ടാവുന്നത്. അപ്പോ WCC പ്രവർത്തകരും WCCയെ പിന്തുണയ്ക്കുന്നവരുമാണ് ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തത്. അവർ കൊടുത്ത മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടിക്ക് അവർ അനുകൂലമാണോ എന്ന ചോദ്യം അവിടെ വരികയാണ്. അവർ അനുകൂലമല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് മിണ്ടാൻ അവകാശമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇരുതല മൂർച്ചയാണ്. അതായത് WCCയെ കുഴപ്പത്തിലാക്കും, അമ്മയും കുഴപ്പത്തിലാക്കും. അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇനി പരാതി ഇല്ലെങ്കിൽ തീർന്നു, പിന്നെ അവർക്ക് നാളെ സിനിമയിൽ പുരുഷന്മാർ ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും കൃത്യമായ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന, നിയമവാഴ്ച ഉണ്ടാവുന്ന, എന്നാൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ശരിയാക്കുന്ന ഒരു കോടതി ഉത്തരവ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. വളരെ ഗൗരവമേറിയ ഈ വിഷയത്തിലെ ഏറ്റവും ശക്തമായ ഇടപെടലാണ് സർക്കാരിനെ നിരായുധരാക്കുന്ന, സർക്കാരിനെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന രീതിയിൽ നിന്നും മാറ്റുന്ന അതിശക്തമായ ഇടപെടലാണ്. എന്ന് മാത്രമല്ല, കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, സിനിമാ മേഖലയിലെ തുടക്കം മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിക്കണമെന്ന്. ഗൗരവമേറിയ ഒരു കാര്യമാണ്. സ്ത്രീകൾ എല്ലായിടത്തും ചൂഷണം ചെയ്യപ്പെടുന്നു. എല്ലാ മേഖലകളിലും പുരുഷന്മാരുടെ അതിശക്തമായ ഇടപെടൽ, പുരുഷ മേധാവിത്യം നിലനിൽക്കുകയാണ്. സ്ത്രീ സമത്വം ഒക്കെ വെറുതെ വാചകമടിക്കുന്ന വാക്ക് മാത്രമാണ്. സ്ത്രീകളുടെ സെക്ഷൽ ഫേവർ ചോദിക്കുകയും ആ സെക്ഷൽ ഫേവറിന് അവർ വിധേയപ്പെട്ടാൽ മാത്രം അവർക്ക് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ലോകമെമ്പാടും, നമ്മുടെ നാട്ടിലുമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിന് അറുതി ഉണ്ടാവണം എന്ന് കോടതി പറയുന്നു. ഇത് എല്ലാ മേഖലകളിലുമുണ്ട്. മാധ്യമ പ്രവർത്തകർക്കിടയിലുണ്ട്, ടെക്കുകൾക്കിടയിലുണ്ട്, മെഡിക്കൽ ഫീൽഡിലുണ്ട്. പ്രത്യേകിച്ച് നേഴ്സുമാർ ധാരാളം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് നേഴ്സുമാർ. അതുപോലെ തന്നെ വനിതാ മാധ്യമ പ്രവർത്തകർ. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതും അന്വേഷണം നടത്തേണ്ടതും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് സംവരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഉയർന്നു വരണമെങ്കിൽ, പദവി കിട്ടണമെങ്കിൽ, MLA ആവണമെങ്കിൽ, മന്ത്രിയാകണമെങ്കിൽ സ്വാധീനമുള്ള ഗോഡ് ഫാദർമാരെ കണ്ടെത്തുക, അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുക എന്നൊരു വല്ലാത്ത ദുരവസ്ഥയുണ്ട്.
വാസ്തവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തേണ്ട ഒരു മേഖല രാഷ്ട്രീയം തന്നെയാണ്. പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, റിട്ടയർ ചെയ്തവരാണ് ഈ മൊഴിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. സജീവമായി നിൽക്കുന്നവർ അവരുടെ കരിയർ സംരക്ഷിക്കാൻ വേണ്ടി മിണ്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട, അതായത് പുരുഷന്മാർക്ക് വിധേയപ്പെടാത്തത് കൊണ്ട്, ഗോഡ് ഫാദർമാരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട ഒരുപാട് വനിതാ നേതാക്കളുണ്ട്. അവരുടെ മൊഴിയെടുത്താൽ ഇവിടെ ഭൂകമ്പമുണ്ടാവും. രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ മുമ്പിൽ മാതൃക പുരുഷന്മാരായി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരിൽ പലരുടെയും മുഖം മൂടി ചീന്തപ്പെടും. സിനിമാക്കാരുടെ മാത്രം മുഖം മൂടി ചീന്തിയാൽ പോരാ, രാഷ്ട്രീയക്കാരുടേതടക്കം, മാധ്യമപ്രവർത്തകരുടേതടക്കം, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടേതടക്കം ചീന്തപ്പെടേണ്ടതാണ്. വനിതാ പോലീസുകാരോട് ചോദിച്ചു നോക്കുക, അവർ അനുഭവിക്കുന്ന പീഡനങ്ങളും സമാനമാണ്. ഇന്ന് ഈ ഹേമ കമ്മീഷൻ അടക്കമുള്ളവയുടെ അന്തിമ തീരുമാനമെടുക്കേണ്ട ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ യുവ വനിതാ IAS പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമസ്ത മേഖലകളിലും ഒരു പൊളിച്ചെഴുത്തിന് കാരണമാകണം ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും ശ്രദ്ധേയമായ, അച്ചടക്കത്തോടെയുള്ള, കൃത്യമായ ഫലം നൽകുന്ന ഒരു വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർക്കും ജസ്റ്റിസ് CS സുധയ്ക്കും അഭിവാദ്യങ്ങൾ.